ഡ്രൈ ഫ്രൂട്ടുകളിൽ ഇനി ഉണക്കിയ മാമ്പഴം മുതൽ പപ്പായ വരെ കിട്ടും. വിളവെടുക്കാൻ ഹെലികോപ്റ്റർ, ബൊക്കെയുണ്ടാക്കാൻ മെഷീൻ. ഫ്രണ്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത്? എന്നാൽ മാമ്പഴം, ആപ്പിൾ, പപ്പായ എന്നൊക്കെ കേൾക്കുമ്പോൾ ഫ്രഷ് എന്നൊരു ഫീലാണ് അല്ലേ? പക്ഷേ ചെറിയ ഒരു തിരുത്തുണ്ട്. നന്നായി ഉണങ്ങിയ ക്രിസ്പി ആപ്പിളുകൾ, ഡ്രൈഡ് മാംഗോ പപ്പായ എന്നിങ്ങനെ ഈ ഫ്രൂട്ട്സും മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പൂക്കൾ പ്രോസസ്സ് ചെയ്യാൻ ഓട്ടോമാറ്റിക് മെഷീനുകൾ, തെർമോകോൾ മേക്കിംഗ്, ബോൺവിറ്റ, ബൂസ്റ്റ്, ഹോർലിക്സ് മുതലായ ഐറ്റംസും പിന്നെ ചില സർപ്രൈസ് ഐറ്റംസുമുണ്ട്. ദേ ഇതെന്താണെന്ന് പറയാമോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒടുവിൽ വരെ കാണൂ. നമ്പർ 10. ആപ്പിളുകൾ ഉണക്കിയെടുത്ത് കഴിക്കാം. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദി ഡോക്ടർ അവേ എന്ന് സായിപ്പന്മാര് പറഞ്ഞുണ്ടാക്കിയതാണെങ്കിലും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ദിവസവും കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. അതിനി ഉണങ്ങിയ ആപ്പിൾ ആയാലും മതി. ഉണങ്ങിയതോ? അതെ, കണ്ടിട്ടില്ലെങ്കിൽ ദേ കണ്ടോളൂ. നല്ല വട്ടത്തിലരിഞ്ഞ ആപ്പിൾ കുട്ടന്മാർ കൺവെയറിലൂടെ ഉണങ്ങാൻ പോകുന്ന കാഴ്ച കണ്ടോളൂ. ഒരേ വലിപ്പത്തിലുള്ള ഇവ സീഡികളെ പോലെയുണ്ടല്ലേ? ഇനി ഈ മെഷീനുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നല്ല ഉണക്ക കപ്പ പരുവത്തിലാണ്. ഇപ്പോൾ ഫ്രഷ് ഫ്രൂട്ടൊക്കെ പോയി ഫ്രഷ് ഡ്രൈ ഫ്രൂട്ട്സ് ആയിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്പർ 9. ഫെറേറോ റോഷർ ചോക്ലേറ്റുകൾ. ഏതൊരു പ്രണയകഥയിലും ഒരു മിഠായിയോ ഒരു ചോക്ലേറ്റോ ഉണ്ടാകാറില്ലേ? നിങ്ങളുടെ ലവ് സ്റ്റോറിയിലെ ആ ഐറ്റം ഏതാണെന്ന് കമന്റിൽ ചേർക്കാൻ മറക്കല്ലേ. എന്തായാലും ഇനി നമ്മൾ കാണാൻ പോകുന്നത് മധുര ലോകത്തെ ലക്ഷ്വറി എന്ന് തന്നെ പറയാവുന്ന ഫെറേറോ റോഷർ ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഒരിക്കലെങ്കിലും ഇതിന്റെ ഒരു പാക്കറ്റിന് വില ചോദിച്ചിട്ടുള്ളവർ ഇതെന്താ ഇത്ര കോസ്റ്റ്ലി എന്ന് ആലോചിച്ചിട്ടുണ്ടാവാതിരിക്കില്ല. ഇതിന്റെ രുചി രഹസ്യങ്ങളിൽ ഒന്ന് അതിനുള്ളിലെ ഹേസൽ നട്ടുകളാണ്. ദേ ഈ വിധത്തിൽ അവ എളുപ്പത്തിൽ വിളവെടുക്കാൻ സാധിക്കും. ഹേസൽ നട്ടുകൾക്കൊപ്പം ഷുഗർ, കൊക്കോവ ബട്ടർ, മിൽക്ക്, ഗോതമ്പ് പൊടി, ഉപ്പ് എന്നു തുടങ്ങി ധാരാളം ഘടകങ്ങൾ ഇതിലുണ്ട്. ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ഹേസൽ നട്ടുകളുടെ നിർമ്മാണ ഫാക്ടറിയിലേക്ക് അധികമാർക്കും പ്രവേശനം അനുവദിക്കാറില്ലെന്ന് മാത്രമല്ല, പൂർണ്ണമായ നിർമ്മാണ രഹസ്യങ്ങൾ പൂർണ്ണമായും പുറത്തു വിട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. വല്ലപ്പോഴും ജേർണലിസ്റ്റുകളെ അനുവദിച്ചാതൊഴിച്ചാൽ ഇതിനുള്ളിൽ ഒരു ഷൂട്ടിംഗും നടക്കാറില്ല. ഇതൊക്കെ പുറത്തറിഞ്ഞാൽ പിന്നെ ഇത്രയും വില ചുമത്താൻ കഴിയില്ല എന്നതാകുമോ കാരണം? ഇനി ഇത് നോക്കൂ. അർദ്ധവൃത്താകൃതിയിലുള്ള വാഷർ ഷീറ്റുകൾ അസംബ്ലി ലൈനിലൂടെ നീങ്ങി വരികയും അതിലേക്ക് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഹേസൽ ക്രീമും മറ്റൊരു പാർട്ടിലേക്ക് ഹേസൽ നട്ടുകളും ഫില്ല് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഈ രണ്ട് ഭാഗങ്ങളും ചേർത്ത് അധിക ഭാഗം മുറിച്ചു കളയുന്നു. ഇപ്പോഴതൊരു ബോളായിട്ടുണ്ടാകും. ഇതിനു മുകളിൽ ചോക്ലേറ്റ് ലെയറും ഹേസൽ നട്ട് പൊടിച്ചതും പിന്നെ അതിനു മുകളിൽ ഒരു മിൽക്ക് ചോക്ലേറ്റ് കോട്ടിങ്ങും കൊടുക്കുന്നു. ഇനി ഇത് ക്വാളിറ്റി ചെക്കിംഗ് നടത്തി ദേ ഇങ്ങനെ സ്റ്റൈൽ ആൻഡ് ഗോൾഡൻ പേപ്പറിൽ പാക്ക് ചെയ്യുന്നു. ഷുഗർ ഇല്ലാത്തവർക്ക് ഇതൊരു പെർഫെക്റ്റ് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ തന്നെയാണ്. നമ്പർ 8. ബോൺവിറ്റേ, ബൂസ്റ്റേ, ഹോർലിക്സേ. ഇവിടെ ബോൺവിറ്റ ലവേഴ്സ് ഉണ്ടോ? ബോൺവിറ്റ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം കൊക്കോ ഫാമുകളിൽ നിന്നും ശേഖരിക്കുന്ന കൊക്കോ കുരുക്കൾ ഉണക്കി പാക്ക് ചെയ്ത് ഫാക്ടറികളിൽ എത്തിക്കുന്നതോടെയാണ്. ഇത് പൊടിച്ചുണ്ടാക്കുന്ന കൊക്കോ പൗഡറിനൊപ്പം സ്റ്റാർച്ച്, ഫ്ലേവർ, ദ്രാവക ഗ്ലൂക്കോസ്, ബേക്കിംഗ് സോഡ, പഞ്ചസാര, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്നിവ വലിയൊരു മിക്സറിലിട്ട് മിക്സ് ചെയ്യുന്നു. ഇവയെല്ലാം ചേർന്ന് നന്നായി ബ്ലെൻഡായി പുറത്തേക്ക് വരുന്നത് ബോൺവിറ്റയാണ്. പിന്നെ ഇത് പാക്കറ്റുകളിലാക്കി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇനി ഹോർലിക്സ് ആണ് നിങ്ങളുടെ ഫേവറേറ്റ് എങ്കിൽ അതിന്റെ പ്രധാന ഘടകങ്ങൾ ഗോതമ്പ്, ബാർലി, പീനട്ട്, മിൽക്ക് പൗഡർ മുതലായവയാണ്. ഇനി ഇതൊന്നുമല്ല, നുമ്മ ബൂസ്റ്റ് ഇസ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയാൻ പറ്റുന്ന ടീംസ് ഉണ്ടോ? ഇതിലേതാണെങ്കിലും അമ്മ അടുക്കളയിൽ നിന്നും മാറുമ്പോൾ കൈയിട്ട് വാരി തിന്നാത്ത ഒരു ബാല്യം നമുക്കുണ്ടായിട്ടുണ്ടാവില്ല. എങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്ട്സ് മോജോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചോ. നമ്പർ 7. ക്രിസ്മസ് ട്രീ വളർത്തലും വിളവെടുപ്പും. ഇനി നമുക്ക് ക്രിസ്മസ് ട്രീയുടെ വിളവെടുപ്പ് കണ്ടാലോ? നമുക്ക് കൂടുതലും പരിചയം പ്ലാസ്റ്റിക് ട്രീ ആയിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ശരിക്കും ക്രിസ്മസ് ട്രീ ആണ്. ഓരോ ഇനം ക്രിസ്മസ് ട്രീയുടെ വിളവെടുപ്പ് കാലം വ്യത്യസ്തമായിരിക്കും. എങ്കിൽ പോലും മിക്കവാറും ഇവയുടെ വിളവെടുപ്പ് നടക്കുന്നത് നവംബറിലെ ആദ്യത്തെ ആഴ്ചകളിലായിരിക്കും. നഴ്സറികളിൽ നിന്നും 2 വർഷമായ ചെടികളാണ് ഇതുപോലെയുള്ള പാടങ്ങളിലേക്ക് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുന്നത്. ഇത് ഒരു 3.5-4 മീറ്റർ ഉയരം എത്തുന്നത് ഏകദേശം 8 വർഷങ്ങളെടുത്താണ്. ഓർത്തു നോക്കണേ, ഈ വർഷങ്ങളിലെല്ലാം കട്ടിംഗ് ആൻഡ് ഷേപ്പിംഗ് ഉൾപ്പെടെയുള്ള കൃത്യമായ പരിചരണം ഇവയ്ക്ക് ആവശ്യമുണ്ട്. ഇനി കൊയ്ത്ത് സമയമായി കഴിഞ്ഞാൽ പാടത്ത് നിന്നും നല്ല ഇനം ട്രീകൾ നോക്കി സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവയെ കട്ട് ചെയ്ത് ഹെലികോപ്റ്റർ വഴിയാണ് ട്രക്കിലേക്ക് എത്തിക്കുന്നത്. അതൊരു 1.5 കാഴ്ചയാണ്. ഇനി അവിടെ നിന്നും ഫാക്ടറികളിലേക്ക് കൊണ്ടുവരും. അവിടെ വെച്ച് ഇതുപോലെ മെഷീനുകളിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഇവയെ അടുക്കുകളാക്കി ശേഖരിച്ച് പാക്ക് ചെയ്യുന്നു. ഇതിൽ നിന്നും മുറിച്ചെടുക്കുന്ന ഭാഗങ്ങൾ ഉപയോഗിച്ച് ക്രിസ്മസിനുള്ള ഡെക്കറേറ്റീവ് റിങ്ങുകളും ഉണ്ടാക്കുന്നു. വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ അൺപാക്ക് ചെയ്ത് ഈ ബേസിലേക്ക് വെച്ച് അലങ്കരിക്കാം. നമ്പർ 6. തെർമോകോൾ മേക്കിംഗ്.
പോളിസ്റ്റിറൈൻ എന്ന ഒരു സിന്തറ്റിക് പദാർത്ഥത്തിൽ നിന്നാണ് തെർമോകോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പറഞ്ഞ പോളിസ്റ്റിറൈൻ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് പെട്രോളിയത്തിൽ അലിഞ്ഞുപോകും. തെർമോകോൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ പോളിസ്റ്റിറൈൻ ഉപയോഗിച്ച് മുത്തുകൾ തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഈ മുത്തുകളെ വളരെ ഉയർന്ന താപനിലയിൽ ചൂടാക്കുകയോ ആവി കയറ്റുകയോ ചെയ്യുന്നു. അത് ഇവ വികസിക്കുന്നതിനും പരസ്പരം ഒട്ടിപ്പിടിക്കുന്നതിനും സഹായിക്കും. ഈ പ്രോസസ്സ് കഴിയുമ്പോഴേക്കും ഈ ബീഡ്സുകളിൽ 95% വായുവും ബാക്കി 5% പോളിസ്റ്റിറൈനുമായിരിക്കും. ഇക്കാരണത്താലാണ് തെർമോകോൾ വളരെ ലൈറ്റായി തോന്നിക്കുന്നത്. തെർമോകോളിന്റെ വിവിധ ഉപയോഗങ്ങളെപ്പറ്റി പിന്നെ പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ അറിയാതെ പോകുന്ന കാഴ്ചകൾ വേഗത്തിലും രസകരമായും നിങ്ങളെ അറിയിക്കുവാൻ ഫാക്സ് മോജോ എന്നും ശ്രദ്ധിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണേ. ഒരു ഷെയറും കൂടി ഇടങ്ങ് മച്ചാനേ. നമ്പർ 5. ഏത് സീസണിലും ലഭ്യമാകുന്ന ഉണക്കിയ മാമ്പഴം. ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം സീസണലായി ലഭിക്കുന്ന പഴങ്ങളെ എല്ലാ കാലത്തേക്കും ലഭ്യമാകണമെങ്കിൽ അവയെ പ്രോസസ്സ് ചെയ്യുക തന്നെ വേണം, അല്ലേ? ഇത്തരത്തിൽ ഫിലിപ്പീൻസിലെ മാമ്പഴങ്ങളെ ശാസ്ത്രീയമായി ഉണക്കി പാക്കറ്റുകളിലാക്കി വിൽക്കുന്നുണ്ട്. നമുക്ക് ആ കാഴ്ച കൂടി കണ്ടാലോ? അവരാദ്യം നല്ല ഇനം മാങ്ങകൾ നോക്കി പഴുപ്പിക്കാനായി 3 ദിവസത്തോളം വെക്കുന്നു. ഇവയിൽ നിന്നും തെരഞ്ഞെടുത്തവ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കുന്നു. ശേഷം ഇവയെ കഷ്ണങ്ങളായി മുറിച്ച് ഓസ്മോസിസിന് വിധേയമാക്കുന്നു. ഇത് മാമ്പഴം ദീർഘകാലം കേടുകൂടാതിരിക്കാൻ സഹായിക്കും. ഇനി ഇവ വൃത്തിയുള്ള തുണികളിൽ നിരത്തി ഡ്രയറിൽ വെച്ച് ഉണക്കി പിന്നെയും 3-4 ദിവസം തുണിക്കുള്ളിൽ വെച്ച് പൊതിഞ്ഞ് സ്വെറ്റിങ്ങിന് വിധേയമാക്കിയതിനു ശേഷമാണ് പാക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ മാങ്ങാത്തിരകളുടെ രുചി ഓർമ്മ വരുന്നുണ്ടോ? ഇനി കാണാൻ പോകുന്നത് ഡ്രൈ പപ്പായയാണ്. അതെ, മാമ്പഴം മാത്രമല്ല, പപ്പായയും ഉണക്കിയ രൂപത്തിൽ ലഭ്യമാകും. കഴുകി വൃത്തിയാക്കിയ പപ്പായ അതിന്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി മുറിച്ച് കഷ്ണങ്ങളാക്കുന്നു. ഇനി ഇത് ഡ്രയറിലേക്ക് മാറ്റുന്നു. പുറത്തു വരുന്നത് ഇത്തരത്തിലെ നല്ല ക്രിസ്പി ഡ്രൈ പപ്പായകളാണ്. അടുത്തതായി ഇനി എന്താണ് ഈ ഇഷ്ടന്മാർ ഉണക്കി വിൽക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്പർ 4. ഓട്ടോമാറ്റിക് ഫ്ലവർ പ്രോസസ്സിംഗ് മെഷീൻ. ഓണം എന്നാൽ ആദ്യം ഓർമ്മയിലെത്തുന്നത് പൂക്കള് തന്നെയാവും. ആളുകൾ കൈകൾ കൊണ്ട് പൂക്കൾ പറിച്ചെടുക്കുന്നതും മാലകളും ബൊക്കകളും ഉണ്ടാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ഉപയോഗിച്ച് ചെയ്താൽ എങ്ങനെയുണ്ടാവും? കണ്ടു നോക്കൂ. ആദ്യം പനിനീർ പൂക്കൾ ഓരോന്നായി മെഷീനിലേക്ക് അടുക്കി വെക്കുന്നത് കാണാം. പിന്നെ അവ ഈ മെഷീനിലൂടെ നീങ്ങി പുറത്തേക്കെത്തുമ്പോൾ ഒരു ബൊക്കയുടെ അടുക്കുകളായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വർക്കറിന് അവയെ കവർ ചെയ്യേണ്ട ജോലിയാണുള്ളത്. ഇനി ട്യൂലിപ്പ് അല്ലെങ്കിൽ ഗർബേറ തന്നെ ആണെങ്കിലും ഈ രീതിയിൽ മെഷീൻ ഉപയോഗിച്ച് അടുക്കിക്കളയാം. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ചോദിക്കാൻ ആഗ്രഹിച്ച ആ കാര്യം ഞാൻ പറയട്ടെ. നല്ല അടിപൊളി ജോലി. ഇതെവിടെ കിട്ടുമെന്നല്ലേ? നമ്പർ 3. പരുത്തി ചെടി മുതൽ കോട്ടൺ തുണിത്തരങ്ങൾ വരെ. കോട്ടൺ നമുക്ക് ചിരപരിചിതമായ ഒരു സംഭവമാണ്. പക്ഷേ നിങ്ങളിൽ എത്ര പേർ അതിന്റെ ഉൽപാദന പ്രക്രിയ നേരിൽ കണ്ടിട്ടുണ്ട്? എന്നാൽ ഇന്ന് നമുക്കതൊന്ന് കാണാം. ഇത് എല്ലാത്തരം പ്രദേശത്തും വളരുന്ന ഒന്നല്ല. നിലമൊരുക്കി വളവുമിട്ട് വിത്ത് പാകുന്നതോടെ ഫെബ്രുവരി-മാർച്ച് മാസങ്ങളിൽ പരുത്തി കൃഷി ആരംഭിക്കുന്നു. 3 മാസം കഴിയുമ്പോൾ ഇവയിൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. എന്നാൽ കോട്ടൺ പാകമാകാൻ പിന്നെയും 1.5 മാസത്തോളം വേണം. ഇങ്ങനെ കോട്ടൺ പാകമായി കഴിഞ്ഞാൽ ആദ്യത്തെ ഘട്ടമായി മെഷീൻ ഉപയോഗിച്ച് ഇലകൾ മുഴുവനും പൊഴിച്ചു കളയുന്നു. പിന്നീട് ഈ കാണുന്ന സ്പെഷ്യലൈസ്ഡ് മെത്തേഡ് വഴി പരുത്തി വിളവെടുപ്പ് നടക്കുന്നു. ഇതൊരു ഉഗ്രൻ കാഴ്ച തന്നെയല്ലേ ഗൈസ്? ഇവ എങ്ങനെയാണ് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നതെന്നുകൂടി നോക്കൂ. ഇനി ഇവയെല്ലാം പ്രോസസ്സ് ചെയ്ത് വലിയ ബ്ലോക്കുകളാക്കുകയും അതിൽ നിന്നും നൂലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ നൂലുകളിൽ നിന്നാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തുണിത്തരങ്ങളിലേക്ക് ഇത് മാറുന്നത്. നമ്പർ 2. മൊസറല്ല, ചീസുകളിലെ കേമൻ. ഈ കാണുന്ന ഐറ്റം എന്താണെന്ന് ഗസ് ചെയ്യുമോ ഗൈസ്? വേണ്ട, കാട് കയറണ്ട. ഇതാണ് ദി റിയൽ മോസറല്ല ചീസ്. എരുമകളിൽ നിന്നുള്ള പാല് ശേഖരിച്ചു കഴിഞ്ഞാൽ അവ 12 മണിക്കൂറിനകം തന്നെ പ്രോസസ്സിംഗ് യൂണിറ്റിൽ എത്തിച്ച് ഫിൽറ്റർ ചെയ്യാറുണ്ട്. ഇത് പാസ്ചറൈസ് ചെയ്ത് അണുവിമുക്തമാക്കുന്നു. ഇവയിലേക്ക് റെന്നറ്റ് ചേർത്ത് പാല് സെറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇതിൽ നിന്നും ഖരരൂപത്തിലുള്ള ഭാഗം മാത്രം ശേഖരിച്ച് ഫെർമെന്റേഷന് വെക്കുന്നു. ഇനിയാണ് ചീസ് മേക്കിംഗ്. പ്രത്യക്ഷത്തിൽ റബ്ബർ ഷീറ്റ് അടിക്കുവാണെന്ന് തോന്നാമെങ്കിലും വാസ്തവത്തിൽ ഇത് അതിനേക്കാൾ കായികാധ്വാനം വേണ്ടുന്ന പണിയാണ്. ഇത് പാരമ്പര്യ രീതിയിൽ 2 പേർ ചേർന്ന് കൈകൾ കൊണ്ടുണ്ടാക്കുകയോ ചിലയിടങ്ങളിൽ മെഷീൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നു. വിവിധ കമ്പനികൾ പുറത്തിറക്കുന്ന ചീസുകൾക്കിടയിൽ ചിലതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ കൈപുണ്യവും ഫൈനൽ ഷേപ്പുമാണ്. അങ്ങനെ കിട്ടുന്ന ചീസിനെ മെച്യോർ ആകുവാനായി തടിപ്പെട്ടികളിൽ സൂക്ഷിക്കുന്നു. ശേഷം പാകമാകുമ്പോൾ പാക്ക് ചെയ്ത് മാർക്കറ്റിലെത്തിക്കുന്നു. നമ്പർ 1. സൂര്യകാന്തി എണ്ണയുടെ നിർമ്മാണം. വലിയ സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞ പാടം കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ നിന്നുമാണ് സൂര്യകാന്തി എണ്ണയുടെ യാത്ര ആരംഭിക്കുന്നത്. സൂര്യകാന്തി എണ്ണയുണ്ടാക്കുന്നത് ഈ പൂക്കളിൽ നിന്നും ശേഖരിക്കുന്ന വിത്തുകളിൽ നിന്നാണെന്നറിയാമല്ലോ.
ഓരോ പ്രദേശത്തെയും വിത്തുകളിലെ ഓയിൽ കണ്ടന്റ് വ്യത്യസ്തമായിരിക്കും. ഇവ സോർട്ട് ചെയ്ത് മെഷീനുകൾ ഉപയോഗിച്ച് അരച്ച് എണ്ണ വേർതിരിക്കുന്നു. ശേഷം ഇവ കുപ്പികളിലോ കവറുകളിലോ നിറച്ച് ലേബൽ ചെയ്ത് പാക്ക് ചെയ്യുന്നു. ഇതിനുള്ള പ്ലാസ്റ്റിക് കുപ്പികളും ഇത്തരം ഫാക്ടറികളിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ പ്ലാസ്റ്റിക് കുപ്പികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ. ഇനിയും ഒട്ടേറെ കാഴ്ചകൾ ബാക്കിയാണ്. നിങ്ങൾ ഇതുപോലെ മേക്കിംഗ് കാണാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളുടെ പേരുകൾ താഴെ കമന്റ് ചെയ്യണേ. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. See you soon.